പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചു തുടങ്ങി. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ പഠിച്ചത് ഫ്രാൻസ് എന്ന രാജ്യത്തെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്തുള്ള സാമൂഹിക പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലവുമാണ്. അതായത് അവിടുത്തെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു, നിയമനിർമ്മാണ സംവിധാനമായ ഫ്രഞ്ച് പാർലമെന്റിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മതത്തിന്റെയോ സമുദായത്തിന്റെയോ അടിസ്ഥാനത്തിലാണോ? അല്ല, സാമൂഹിക പദവിയുടെ അടിസ്ഥാനത്തിലാണ് ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ് ജനറലിൽ പ്രാതിനിധ്യം അനുവദിച്ചിരുന്നത്. ശരിയല്ലേ? ഇനി നമുക്ക് വിപ്ലവത്തിന് പ്രചോദനം നൽകിയ ആൾക്കാരിലേക്ക് പോകാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രഞ്ച് വിപ്ലവവും അതുപോലെ തന്നെ അമേരിക്കൻ വിപ്ലവവും ഉണ്ടാകാനുള്ള പ്രധാന കാരണം 18ാം നൂറ്റാണ്ടില് യൂറോപ്പില് ആകമാനം ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വളർച്ചയാണ്. അതിനെ നമ്മൾ ജ്ഞാനോദയ പ്രസ്ഥാനം എന്ന് വിളിക്കും, അല്ലെ? അപ്പൊ ജ്ഞാനോദയ പ്രസ്ഥാനമാണ് ഫ്രഞ്ച് വിപ്ലവത്തിനും അമേരിക്കൻ വിപ്ലവത്തിനും കാരണമായത്. ഫ്രഞ്ച് വിപ്ലവത്തെ പോലെ തന്നെ അമേരിക്കൻ വിപ്ലവത്തിലും എന്തുണ്ടായിരുന്നു? കുറെ ചിന്തകന്മാരുടെ പ്രചോദനം ഉണ്ടായിരുന്നു. ആ തത്വചിന്തകരുടെ പ്രചോദനമാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ വിപ്ലവത്തിന് തയ്യാറാക്കിയത്. ഓക്കെ അല്ലേ? നമുക്ക് ആരംഭിച്ചാലോ. ഉത്തേജനം നൽകിയ ചിന്തകർ. ആദ്യമായി വോൾട്ടേർ. വോൾട്ടേറിന്റെ പ്രവർത്തന ഫലമായിട്ട് ജനങ്ങൾ വിപ്ലവത്തിന് ഇറങ്ങിത്തിരിക്കുകയും വിജയം വരിക്കുകയും ചെയ്തു. അതുകൊണ്ട് വോൾട്ടേറിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുക. വളരെ പ്രാധാന്യമുണ്ട്. PSC ഒട്ടനവധി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? വോൾട്ടേർ ആണ്. വോൾട്ടേർ പ്രധാനമായിട്ടും നമ്മുടെ മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജനങ്ങളെ പഠിപ്പിച്ച ഒരു വ്യക്താവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മതനവീകരണത്തിൽ എന്തായിരുന്നു ജനങ്ങൾ ചെയ്തിരുന്നത്? അപ്പോഴത്തെ പുരോഹിത പ്രമുഖന്മാരുടെ ഭരണത്തിലെ ഇടപെടലിനെയും ജനങ്ങളുടെ ചൂഷണത്തെയും എന്ത് ചെയ്തു? ചോദ്യം ചെയ്യുകയാണ്. ഇവിടെയും വോൾട്ടേർ അത് തന്നെയാണ് ചെയ്യുക. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. ആധ്യാത്മികത പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നത് ദൈവത്തിനു നിരക്കുന്നതല്ല എന്ന് പരിഹസിച്ച വ്യക്തിത്വമാണ് വോൾട്ടേർ. ഈ പരിഹാസം തീർച്ചയായിട്ടും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലും ആശയപ്രചരണത്തിന് കാരണമായി. അവരും ചിന്തിച്ചു, വോൾട്ടേർ പറയുന്നതിലും കാര്യമുണ്ട്. പുരോഹിതന്മാർ തങ്ങളെ ചൂഷണം ചെയ്താണ് ജീവിക്കുന്നത്. ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ദൈവം അവരെ അനുവദിച്ചിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ ആശയങ്ങൾ നമ്മളെ പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് എല്ലാം ശരിയായിരിക്കുമോ? പുരോഹിതന്മാരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ആയിരിക്കില്ലേ പുരോഹിതന്മാർ ഇത്തരം പ്രവണത കൊണ്ടുവരിക? അങ്ങനെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അവര് പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഭരണഘടനാപരമായ രാജവാഴ്ചയെ പിന്തുണച്ചു. അപ്പൊ രാജവാഴ്ചയെ എതിർക്കുന്നില്ല. രാജാവ് ഉണ്ടായിരിക്കട്ടെ. എവിടത്തെ പോലെ? ഇംഗ്ലണ്ടിലേതുപോലെ. ഇംഗ്ലണ്ടിൽ രാജാവുണ്ടോ? ഉണ്ട്. ഇംഗ്ലണ്ടിൽ നിയമനിർമ്മാണം ഉണ്ടോ? ഉണ്ട്. ഇംഗ്ലണ്ടിൽ ഭരണഘടനയുണ്ടോ? ഉണ്ട്. പക്ഷേ രാജാവിന് നാമമാത്രമായ അധികാരമാണ്. രാജാവിന് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയില്ല. രാജാവിന് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജാവെന്ന് പറയുന്ന ഭരണാധികാരിക്ക് ഏകാധിപത്യ ഭരണം നടപ്പിലാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോ രാജവാഴ്ച മാത്രമാണെങ്കിൽ അവിടെ ഏകാധിപത്യ ഭരണത്തിലേക്ക് ചിലപ്പോ ഭരണം വഴിമാറിയേക്കാം. മറിച്ച് ഭരണഘടനാപരമായ രാജവാഴ്ച പിന്തുണച്ചാൽ, അതായത് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ച അംഗീകരിച്ചാൽ പാർലമെന്റിനോ അല്ലെങ്കിൽ രാജാവിനോ ഏകാധിപത്യ പ്രവണതയിലേക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു ചിന്തയാണ് ആര് പ്രചരിപ്പിക്കുക? വോൾട്ടേർ. യുക്തിചിന്ത. യുക്തിചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നിരീശ്വരവാദം എന്നൊക്കെ വിചാരിക്കും. ഒരിക്കലുമല്ല പ്രിയ ഉദ്യോഗാർത്ഥികളെ. യുക്തിപരമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ബൗദ്ധികമായി ചിന്തിക്കുക. വിദ്യാഭ്യാസമുള്ളവർക്കാണ് ബൗദ്ധികമായി ചിന്തിക്കാൻ കഴിയുക. ഒരു കാര്യത്തെ കൃത്യമായി അനലൈസ് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തുന്നത്. കേവലം മതത്തിന്റെയോ സമുദായത്തിന്റെയോ സംസ്കാരത്തിന്റെ അർത്ഥത്തിൽ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതല്ല. കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട്, നമ്മൾ മലയാളവൽക്കരിച്ചാൽ നിരൂപണം ചെയ്തുകൊണ്ട് ഒരു കാര്യത്തെ ശരിയെന്നോ തെറ്റെന്നോ നിർവചിക്കുന്നവരെയാണ് നമ്മൾ യുക്തിചിന്തകർ എന്ന് വിളിക്കുക. യുക്തിചിന്തകരെ സംബന്ധിച്ചിട്ട് ഈശ്വരൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല.
ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ തെളിയിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ യുക്തിചിന്തകര് എന്തേയില്ല, ദൈവം ഉണ്ടെന്നും പറയില്ല, ഇല്ലെന്നും പറയില്ല. ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്നവരെയാണ് നമ്മൾ യുക്തിചിന്തകരെന്ന് വിളിക്കുക. യുക്തിവിശ്വാസം എന്ന് വിളിക്കുക. പിന്നെ സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രചരിപ്പിച്ച ഫ്രാൻസിലെ തത്വചിന്തകൻ ആര്? വോൾട്ടയർ. വോൾട്ടയറിന്റെ പ്രശസ്തമായ കൃതിയായിരുന്നു ഫിലോസഫിക്കൽ ലെറ്റേഴ്സ്. അദ്ദേഹം തത്വചിന്തകനായതുകൊണ്ട് തത്വചിന്താ രീതിയിൽ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കത്തുകൾ എഴുതിയിരുന്നു. ആ കത്തുകളുടെ സമാഹാരമാണ് പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ജനങ്ങളെ ബോധവൽക്കരിക്കുവാനായിട്ട് ഇദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രതന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ കൃതികള് അഥവാ ലേഖനങ്ങള് അഥവാ കത്തുകളൊക്കെ പിന്നീട് എന്ത് ചെയ്തു? പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ പേരാണ് ഫിലോസഫിക്കൽ ലെറ്റേഴ്സ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? വോൾട്ടയറെ കുറിച്ച്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. ഭരണഘടനാപരമായ രാജവാഴ്ചയെ പിന്തുണച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് ദ ഫിലോസഫിക്കൽ ലെറ്റേഴ്സ്. സെറ്റാണേ. അടുത്ത നമുക്ക് പഠിക്കാമോ? അടുത്ത ചിന്തകൻ എന്ന് പറയുന്നത് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ ആയിരുന്നു. ഭാവിയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടെയെങ്കിലും ആധിപത്യത്തിന് കീഴിലായിരിക്കും എന്ന രീതിയിൽ ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട്, ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ച വ്യക്തിത്വമാണ് റൂസോ. റൂസോ ജനിച്ചത് സ്വിറ്റ്സർലൻഡിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്ത് ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഫ്രാൻസ് സന്ദർശിച്ചിരുന്നു. ആ കാലയളവിലാണ് ഇദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ ജനിച്ചത് സ്വിറ്റ്സർലൻഡിലാണ്. അദ്ദേഹത്തിന്റെ പ്രബോധനം എന്താണ്? ജനങ്ങളാണ് പരമാധികാരി. ജനങ്ങളാണ് പരമാധികാരി. അല്ലാതെ ജനങ്ങളെ നിയന്ത്രിക്കുന്ന പുരോഹിതന്മാരോ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്ന പ്രഭുക്കന്മാരോ രാജാവോ അല്ല. ജനങ്ങളാണ് പരമാധികാരി. ജനങ്ങളുടെ ഹിതമാണ് അവിടെ ഭരണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അല്ലാതെ രാജാവ് എന്ന വ്യക്തിയുടേതല്ല, പുരോഹിത പ്രമുഖന്മാരെന്ന ഉദ്യോഗസ്ഥരുടേതല്ല. മറിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ഹിതമാണ് ഭരണത്തിലൂടെ നിവർത്തിക്കേണ്ടത്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. നിങ്ങളും ചങ്ങലയിലാണ് എന്നാണ് അദ്ദേഹം ഫ്രാൻസിലെ ജനതയെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കുക. റൂസോയുടെ പ്രശസ്തമായ ആത്മകഥ ആണ് കുംഭസാരങ്ങൾ, കൺഫെഷൻസ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ കൺഫെഷൻസ് എന്ന് പറയും. നമ്മൾ മലയാളവൽക്കരിച്ചാണ് കുംഭസാരങ്ങൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ജനനം സ്വിറ്റ്സർലൻഡ് ആണ്. പ്രബോധനം ജനങ്ങളാണ് പരമാധികാരി. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ ചങ്ങലയിലാകാനുള്ള പ്രധാന കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തതാണ്. അതുകൊണ്ട് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ ചങ്ങലയിലാണെന്ന തിരിച്ചറിവിന് ആദ്യം എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. നിങ്ങൾ വിദ്യാഭ്യാസം കൃത്യമായി നേടിയാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാകും. ആ യാഥാർത്ഥ്യം നിങ്ങളെ തിരിച്ചറിയിക്കും നിങ്ങൾ ചങ്ങലയിലാണ്. ആ സമയത്ത് നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കഴിയും. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കഴിയും. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ജനങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുക. പ്രധാനമായിട്ടും വിദ്യാഭ്യാസം നേടി ജ്ഞാനോദയ ചിന്തകൾ പ്രചരിപ്പിക്കുവാനാണ് റൂസോ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കുക. അപ്പോ റൂസോയെ കുറിച്ച്, റൂസോയുടെ രചനകളെ കുറിച്ച് നമുക്കിനി പരിചയപ്പെടാം. റൂസോയുടെ പ്രധാനപ്പെട്ട 2 കൃതികളാണ് നമുക്ക് പഠിക്കേണ്ടി വരിക. ഒന്ന് എമിലി. എമിലി എന്ന പുസ്തകത്തിൽ വിദ്യാഭ്യാസ പരിഷ്കരണത്തെ കുറിച്ചാണ് പഠിപ്പിക്കുക. വിദ്യാഭ്യാസം എന്നത് അവന്റെ ഓരോ വ്യക്തിയുടെയും ജീവിത നിലവാരം ഉയർത്തേണ്ടതാകണം. അഥവാ ഒരു വ്യക്തി വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അവന് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് കണ്ടെത്തുവാൻ ഒരു തൊഴിൽ ചെയ്യാൻ യോഗ്യനായിരിക്കണം എന്നാണ് എമിലി എന്ന പുസ്തകത്തിലൂടെ ആര് പറയുന്നത്? റൂസോ പറയുന്നത്. കേവലം സമ്പ്രദായം എന്ന രീതിയിൽ വിദ്യാഭ്യാസം നേടരുത്. കാരണം ഫ്രാൻസിൽ കേവലം സമ്പ്രദായം എന്ന രീതിയിലായിരുന്നു വിദ്യാഭ്യാസം. ഫ്രാൻസിലെ വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണം നിർവഹിച്ചിരുന്നത് ഫ്രാൻസിലെ കത്തോലിക്ക മതവിശ്വാസികളുടെ സഭകളായിരുന്നു, അഥവാ കത്തീഡ്രലുകളായിരുന്നു. കത്തീഡ്രലുകളുടെ കീഴിലായിരുന്നു സ്കൂളുകൾ ഉണ്ടായിരുന്നത്.
ആ സ്കൂളുകളിൽ പുരോഹിത പ്രമുഖന്മാർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളോടുകൂടിയ പഠനമാണ് നൽകപ്പെട്ടിരുന്നത്. അപ്പോൾ പുരോഹിതനെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ അല്ല പഠിക്കേണ്ടത്. വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തൊഴിൽ ചെയ്യുവാൻ, അവന് ജീവിത നിലവാരത്തിന് വേണ്ടി, ജീവിത വിജയത്തിന് വേണ്ടി, സമ്പത്ത് ഏകീകരിക്കുവാൻ അവൻ ഒരു തൊഴിൽ ചെയ്യാൻ പ്രാപ്തനായിരിക്കണം എന്നാണ് എമിലി എന്ന പുസ്തകത്തിലൂടെ പറയുക. അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നേ വിദ്യാഭ്യാസ പരിഷ്കരണത്തെക്കുറിച്ച് റൂസോ രചിച്ച കൃതി ഇത് എമിലി. 2 സോഷ്യൽ കോൺട്രാക്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് എന്ന റൂസോയുടെ കൃതിയാണ്. ഈ ബൈബിൾ എന്ന വാക്കിന് പകരമാണ് വേദപുസ്തകം എന്ന വാക്ക് ഉപയോഗിക്കുക. ബൈബിളിലാണെങ്കിലും ഇന്ത്യയിലെ വേദങ്ങളിലാണെങ്കിലും ആത്യന്തികമായി മനുഷ്യൻ നല്ല വിജയം, നല്ല ജീവിതം നയിക്കേണ്ട ഉപദേശങ്ങളാണ് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെ? അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ബൈബിളിന് പകരം എന്തുകൊണ്ട് വേദപുസ്തകം ഉപയോഗിച്ചു? അത് ഇന്ത്യയിൽ പറയുന്ന കാര്യമാണ് കേട്ടോ വേദപുസ്തകം. ഇന്ത്യയിൽ ആദ്യമായി പോട്ടെ, ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ഏഷ്യയിൽ ആദ്യമായിട്ട് ഏഷ്യയിൽ ആദ്യമായിട്ട് ബൈബിൾ പരിഭാഷപ്പെടുത്തപ്പെട്ട ഭാഷ, ബൈബിൾ പരിഭാഷപ്പെടുത്തപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് തമിഴാണ്. ഏഷ്യയിൽ ആദ്യമായി ബൈബിൾ പരിഭാഷപ്പെടുത്തിയത് തമിഴ് ഭാഷയിലാണ്. കൃത്യമായി പറഞ്ഞാൽ 1816 കൽക്കട്ടയിലാണ് ആദ്യമായി ബൈബിൾ പരിഭാഷപ്പെടുത്തി അച്ചടിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ മതപ്രചരണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഏഷ്യയിൽ ആദ്യമായി ബൈബിൾ പരിഭാഷപ്പെടുത്തിയത് തമിഴ് ഭാഷയിലായിരുന്നു. തമിഴ് ഭാഷയിൽ ബൈബിൾ അച്ചടിച്ചത് കൽക്കട്ടയിൽ നിന്നായിരുന്നു. 1816 ആരുടെ നേതൃത്വത്തിൽ? ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ. അഥവാ നമ്മൾ പറയും രണ്ടാം ചാർട്ടർ നിയമം 1813 ചാർട്ടർ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, നിങ്ങൾ വൈസ്രോയിമാര് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ്. അപ്പോ രണ്ടാം ചാർട്ടർ നിയമം 1813 ചാർട്ടർ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ 1816 യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ മതപ്രചരണത്തിന് സഹായകമാകുന്നതിന് വേണ്ടിയാണ് ബൈബിൾ പരിഭാഷപ്പെടുത്തുക. ഏഷ്യയിൽ ആദ്യമായി പരിഭാഷപ്പെടുത്തിയ ഭാഷ ബൈബിൾ തന്നെ. ഓക്കെ അല്ലേ? ഈ പരിഭാഷപ്പെടുത്തിയ ബൈബിൾ ഈ തമിഴ് കൂടാതെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബ്രിട്ടീഷുകാരല്ലാണ്ട് ഇതിനു മുമ്പ് ആരെങ്കിലും ബൈബിള് തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം 19-ാം നൂറ്റാണ്ടിലല്ലല്ലോ കേരളത്തില്, തമിഴ്നാട്ടില് ക്രിസ്തുമതം പ്രചരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. തീർച്ചയായിട്ടും അതിന് മറ്റൊരു ഉത്തരം കൂടെയുണ്ട്. ഇത് പൂർണ്ണമായ തമിഴ് ഭാഷയാണ്, പൂർണ്ണമായ മലയാള ഭാഷയാണ്. ആരച്ചടിക്കുന്നത്? ബ്രിട്ടീഷുകാർ. ഏഷ്യയിൽ ആദ്യമായി ബൈബിൾ അച്ചടിച്ചത് തമിഴ് ഭാഷയിലാണെന്ന് ഞാൻ പറഞ്ഞു. 1816 കൽക്കട്ടയിൽ പൂർണ്ണമായും തമിഴ് ഭാഷയിൽ അച്ചടിച്ചു. എന്നാൽ പ്രാചീന തമിഴില് ബൈബിൾ അച്ചടിച്ചിട്ടുണ്ട്. എന്നാണ് 1536. ആരാണ് അച്ചടിക്കുക? പോർച്ചുഗീസുകാർ. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാർ. ഏഷ്യയിൽ ആദ്യമായി ബൈബിൾ പരിഭാഷപ്പെടുത്തിയ ഭാഷ തമിഴാണ്. ബ്രിട്ടീഷുകാരാണ് അച്ചടിച്ചതെങ്കിൽ കൽക്കട്ടയിൽ നിന്ന് 1816. പോർച്ചുഗീസുകാരാണ് അച്ചടിച്ചതെങ്കിൽ 1536. ഇവിടെ നിന്ന്? കൊച്ചിയിൽ നിന്ന്. PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ? കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല എവിടെയായിരുന്നു? കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്, അതായത് യന്ത്രവൽകൃതമായ സംവിധാനം, പ്രിന്റിംഗ് പ്രസ് അഥവാ അച്ചുകൂടം ആണ് കോട്ടയം CMS പ്രസ് എന്ന് പറയുന്നത്. ഇത് അച്ചടിശാല കൊച്ചിയിൽ. ഈ കൊച്ചിയിലെ അച്ചടിശാലയിൽ നിന്ന് പ്രാചീന തമിഴ് ഭാഷയിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിരുന്നു. അങ്ങനെ ബൈബിൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ ഉപദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ അതിനെന്തെന്ന് പേരിട്ടു? വേദോപദേശം എന്ന് പേരിട്ടു. അപ്പൊ കേരളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയും വേദോപദേശം. എവിടെ നിന്ന് അച്ചടിച്ചു? 1536. എവിടെ നിന്ന് അച്ചടിച്ചു? കൊച്ചിയിൽ നിന്ന് അച്ചടിച്ചു. ആരച്ചടിച്ചു? പോർച്ചുഗീസ് അച്ചടിച്ചു. എന്താണത്? ബൈബിളിന്റെ തമിഴ് പരിഭാഷ. ബൈബിളിന്റെ തമിഴ് പരിഭാഷ. അതിന്റെ അർത്ഥത്തിൽ ഇന്നും കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളില്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങളില് ബൈബിൾ പഠനത്തെ വേദ പഠനം എന്നാണ് വിശേഷിപ്പിക്കുക. ബൈബിളിനെ വേദപുസ്തകമെന്നും. അത് വേദങ്ങൾ അടങ്ങിയതല്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഥ പറഞ്ഞത്.
നിങ്ങൾ ഇപ്പൊ ഞായറാഴ്ചകളിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഈ ബൈബിൾ പഠനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ബൈബിൾ പഠനത്തെ ഇപ്പൊ നിലവിൽ ഞായറാഴ്ചത്തെ ക്ലാസ് എന്ന അർത്ഥത്തിൽ സൺഡേ ക്ലാസ് അല്ലെങ്കിൽ സൺഡേ സ്കൂൾ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒത്തിരി പ്രായമായവരൊക്കെ പറയും സൺഡേ സ്കൂൾ ഒന്നും പറയില്ല. നമ്മുടെ അപ്പൂപ്പനോ അമ്മച്ചിയൊക്കെ ആണെങ്കിൽ എന്ത് പറയും? വേദപാഠ ക്ലാസ്. ഞായറാഴ്ചയിലെ വേദപാഠ ക്ലാസ്സിന് പോയോ? ഇന്നും അങ്ങനെ അതേ വാക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. വേദപാഠ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈബിൾ പഠനം തന്നെയാണ്. ആ വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്കിന് പകരം വേദപുസ്തകം എന്ന വാക്ക് വരിക കേട്ടോ. ഇന്ന് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ബൈബിളിനെ വേദപുസ്തകം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുക. ഓക്കെ. അപ്പോ സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതിയെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ അല്ലെങ്കിൽ വേദപുസ്തകം എന്ന് വിശേഷിപ്പിക്കുന്നു. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? സോഷ്യൽ കോൺട്രാക്ട് എന്ന രചന തന്നെ. ആരുടെ? റൂസോയുടെ. അപ്പൊ റൂസോയുടെ പ്രധാനപ്പെട്ട 2 രചനകൾ. ഒന്ന് എമിലി വിദ്യാഭ്യാസ പരിഷ്കാരത്തെ കുറിച്ച് പറയുന്നു. 2 സോഷ്യൽ കോൺട്രാക്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു. അഥവാ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്നു. പിന്നെ ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നും അറിയപ്പെടുന്നു. സെറ്റാണേ. ഇനി അടുത്ത ചിന്തകനിലേക്ക് നമ്മൾ പോവാണ്. മൂന്നാമത് മറ്റൊരു ചിന്തകനിലേക്ക്. മോണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിത്വമാണ് മോണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിത്വമാണ് മോണ്ടസ്ക്യൂ. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ വിഭാഗങ്ങളായി വേർതിരിക്കണമെന്ന് ആദ്യമേ ആവശ്യപ്പെട്ടതും മോണ്ടസ്ക്യൂ ആണ്. ഈ 3 വിഭാഗങ്ങളായി വേർതിരിക്കണം, പരസ്പര ബന്ധം ഉണ്ടായിരിക്കുകയും ചെയ്യരുത്. നിയമനിർമ്മാണ സഭ നിയമം നിർമ്മിക്കുന്നു, അത് നടപ്പിലാക്കേണ്ടത് എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗമാണ്. നിയമനിർമ്മാണം നടത്തുന്നവരോ കാര്യനിർവഹണം നടത്തുന്നവരോ എന്തെങ്കിലും കുറ്റം ചെയ്താലോ എന്തെങ്കിലും കുറവ് വരുത്തിയാലോ അത് ആര് വിചാരണ ചെയ്യണം? നീതിന്യായം. പക്ഷേ ഇത് പരസ്പരം ഒരിക്കലും ബന്ധം ഉണ്ടായിരിക്കരുത്. 3 സ്വതന്ത്ര സംവിധാനങ്ങളായിരിക്കണം. 3 വേർതിരിക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഏറ്റവും ഹിതമായ ഭരണം ലഭിക്കുകയുള്ളൂ. ഇന്ത്യയിൽ ഇതേ കാര്യം തന്നെയല്ലേ ഫോളോ ചെയ്യുന്നേ? ഇന്ത്യയിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് 3ആയി വേർതിരിച്ചിരിക്കുന്നു. നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. ഈ ഒരു ആശയം ആദ്യമായി ലോകത്തിന് സമ്മാനിച്ചത് ആരായിരുന്നു? മോണ്ടസ്ക്യൂ ആയിരുന്നു. മോണ്ടസ്ക്യൂവിന്റെ പ്രശസ്തമായ രചനയാണ് നിയമങ്ങളുടെ അന്തസ്സത്ത. മോണ്ടസ്ക്യൂവിന്റെ പ്രശസ്തമായ കൃതി ഏതാണ്? നിയമങ്ങളുടെ അന്തസ്സത്ത. ഓക്കെയാണേ, സെറ്റാണെന്ന് കരുതിക്കോട്ടെ. അപ്പോ പ്രധാനപ്പെട്ട 3 ചിന്തകന്മാരെയാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ പറയുക. ആരെയൊക്കെ നമ്മൾ പറഞ്ഞു? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്താലോ? ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകർ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. ഭരണഘടനാപരമായ രാജവാഴ്ചയെ പിന്തുണച്ചു. ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാപരമായ രാജവാഴ്ചയെ പിന്തുണച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. പ്രശസ്തമായ കൃതിയാണ് ഫിലോസഫിക്കൽ ലെറ്റേഴ്സ്. റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ജനനം സ്വിറ്റ്സർലൻഡിലാണ്. പ്രബോധനം ജനങ്ങളാണ് പരമാധികാരി. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞു. റൂസോയുടെ ആത്മകഥാ പരാമർശമുള്ള പുസ്തകമാണ് കുംഭസാരങ്ങൾ. സെറ്റാണേ. ഇനി റൂസോയുടെ പ്രശസ്തമായ 2 കൃതികൾ. ഒന്ന് എമിലി വിദ്യാഭ്യാസ പരിഷ്കരണത്തെ കുറിച്ച് പറയുന്നു. 2 സോഷ്യൽ കോൺട്രാക്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നും വേദപുസ്തകം എന്നും അറിയപ്പെടുന്നു. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ ബൈബിൾ ആദ്യമായി പരിഭാഷപ്പെടുത്തിയ ഏഷ്യൻ ഭാഷ ഏതാ? തമിഴാണ്. തമിഴ് ഭാഷയിൽ ബൈബിൾ അച്ചടിച്ചത് ബ്രിട്ടീഷുകാരാണെങ്കിൽ 1816 കൽക്കട്ട, പോർച്ചുഗീസുകാരാണെങ്കിൽ 1536 കൊച്ചിയിൽ നിന്ന്. 1536 കൊച്ചിയിൽ നിന്നാണ് അച്ചടിക്കുക. സെറ്റാണേ. യഥാർത്ഥത്തിൽ 1536 പ്രസ് മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. കൊച്ചിയിൽ നിന്ന് വേദോപദേശം എന്ന പുസ്തകം അച്ചടിച്ചിറങ്ങിയപ്പോൾ 1578 ആയെന്നാണ് പറയുന്നത്. അത് മനസ്സിലുണ്ടാവട്ടെ കേട്ടോ. ഈ പുസ്തകം അച്ചടിച്ചിറങ്ങിയത് 1578 ചരിത്രം പറയുന്നത്. പ്രസ് ആരംഭിച്ചതാണ് 1536. ആ പ്രസ്സിൽ നിന്ന് വേദോപദേശം പ്രിന്റ് ചെയ്തു. വേദോപദേശം പബ്ലിഷ് ആയത് എന്നാണ് 1578. കാരണം ബൈബിൾ അല്ലേ, വലിയൊരു പുസ്തകമല്ലേ. അപ്പൊ അത്രയും കാര്യങ്ങൾ അച്ചടിക്കണ്ടേ. കാരണം അപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിന്റിംഗ് സംവിധാനമൊക്കെ വളരെ പതുക്കെ ഓരോ അക്ഷരങ്ങൾ വീതം എടുത്ത് എന്ത് ചെയ്യണം? അച്ചടിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഹെർമൻ ഗുണ്ടട്ടാണ് കേരളത്തിൽ ആദ്യ പത്രം ആരംഭിച്ചത് അല്ലെ. 1845 ഹെർമൻ ഗുണ്ടട്ട് പത്രം അച്ചടിക്കുന്നതിന് വേണ്ടി കല്ലുകൊണ്ടുള്ള ഒരു അച്ച് തയ്യാറാക്കി. അച്ച് തയ്യാറാക്കിയത് 1845. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് 2 വർഷത്തിന് ശേഷമാണ്. 1847.
ഒന്ന് ചിന്തിച്ചു നോക്കി. ബൈബിൾ അച്ചടിക്കാൻ എത്രയോ സമയം വേണ്ടി വരും അല്ലേ? യെസ്, അത്രയും. അപ്പോൾ കൊച്ചിയിൽ പ്രസാരംഭിക്കുന്ന 1536 പക്ഷെ അവിടെ അച്ചടിക്കുന്ന 1578. ഓക്കെ, ഇതേ സമയം തന്നെ ഗോവയിലും അച്ചടിശാല ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 1536. എന്നാൽ ആദ്യം അച്ചടി ആരംഭിച്ചത് ഗോവയിലാണ്. കൊച്ചിയിൽ നിന്ന് അച്ചടി തന്നെ ആരംഭിക്കുന്നത് 1572 എന്നാണ് പറയുന്നത്. അതിൽ കുറെ വസ്തുക്കളൊക്കെ ഉണ്ട്, അത് മനസ്സിലുണ്ടാകും. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാം. അവിടെ നമ്മൾ പറഞ്ഞത് മോണ്ടസ്ക്യൂവിനെ കുറിച്ചാണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിനെ മൂന്നായി വേർതിരിക്കണം, എങ്ങനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ വേർതിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് നിയമങ്ങളുടെ അന്തസ്സത്ത. ഇനി നമ്മൾ പറയുന്നു മധ്യവർഗം. മധ്യവർഗം അതെന്താണ് സാറേ മധ്യവർഗം? കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിയ ഉദ്യോഗാർത്ഥികളെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പുരോഹിതന്മാരാണെങ്കിൽ അവര് ഒന്നാം എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടു. അവർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട്. ഒരുപാട് ഭൂമി കൈവശം വയ്ക്കാം. സാധാരണക്കാരായ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാം. രണ്ടാമത്തെ കാറ്റഗറി പ്രഭു കുടുംബാംഗങ്ങളും രാജകുടുംബാംഗങ്ങളും. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആർഭാടം കാണിച്ചിരുന്നത്, അധികാര ദുർവിനിയോഗം നടത്തിയിരുന്നത് ഈ രാജകുടുംബാംഗങ്ങളും പ്രഭുക്കന്മാരുമാണ്. മൂന്നാമത്തെ വിഭാഗം സമൂഹത്തിൽ ഏറ്റവും അധസ്ഥിതരായി കണക്കാക്കുന്ന സാമൂഹിക പിന്നോക്കാവസ്ഥയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ. ആ സാധാരണക്കാരായ ജനങ്ങളിൽ എന്ത് ജോലി ചെയ്തിരുന്നവരും ആരായിരുന്നു? തേർഡ് എസ്റ്റേറ്റ് എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. അപ്പൊ തേർഡ് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പലരും 18ാം നൂറ്റാണ്ടിലുള്ളവരായ ജ്ഞാനോദയ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഈ ചിന്തകരുടെ പ്രബോധനമനുസരിച്ച് പലരും വിദ്യാഭ്യാസം നേടി. വിദ്യാഭ്യാസം നേടിയപ്പോൾ അവർക്ക് മെച്ചപ്പെട്ട ജോലി ലഭിച്ചു, മെച്ചപ്പെട്ട ജീവിത നിലവാരം ലഭിച്ചു. പക്ഷെ അപ്പോഴും രാജ്യം തങ്ങളെ എന്തായിട്ട് കണക്കാക്കുന്നു? അടിച്ചമർത്തപ്പെട്ടവരായിട്ട്, സാമൂഹികമായി പിന്നോക്കമുള്ളവരായി കണക്കാക്കുന്നു. അങ്ങനെ മെച്ചപ്പെട്ട ജോലി ചെയ്ത സാധാരണ ജനങ്ങളിൽ, അതായത് തേർഡ് എസ്റ്റേറ്റിൽ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും പുരോഗതി കൈവരിച്ച ജനതയെയാണ് നമ്മൾ മധ്യവർഗം എന്ന് വിളിക്കുക. ഈ മധ്യവർഗത്തിൽപ്പെട്ടവര് പ്രധാനമായും ചെയ്തിരുന്ന ജോലികൾ എന്തൊക്കെയാണ്? അതിൽ ബാങ്കർമാരുണ്ടായിരുന്നു, അഭിഭാഷകരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ജോലി ആവശ്യമായ ആൾക്കാരുണ്ടായിരുന്നു. ഇവര് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടിയപ്പോ, മെച്ചപ്പെട്ട ജോലി കിട്ടിയപ്പോ സാധാരണയിൽ എന്ത് ചെയ്തു? ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറി. നമ്മൾ കുടിയേറ്റത്തെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലേ? അടിസ്ഥാനമായി ഒരു ഭൂപ്രദേശത്ത് കുടിയേറ്റം ആരംഭിക്കുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്കാണ്, മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന് വേണ്ടി. അപ്പൊ മെച്ചപ്പെട്ട ജോലി കിട്ടി, മെച്ചപ്പെട്ട ശമ്പളം കിട്ടി, ജീവിത നിലവാരം ഉയർന്നു. അതുകൊണ്ട് തന്നെ ഈ മധ്യവർഗം എന്ന് വിളിക്കുന്ന വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും പുരോഗതി കൈവരിച്ച ജനത നഗരങ്ങളിലേക്ക് കുടിയേറി. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ മറ്റുള്ളവർ എന്തെന്ന് വിളിച്ചു? നഗരവാസി എന്ന അർത്ഥത്തിൽ ബൂർഷ്വാസി എന്ന് വിളിച്ചു. നഗരവാസിയെ ഫ്രഞ്ച് ഭാഷയിൽ പറയുന്നത് ബൂർഷ്വാസി എന്നാണ്. അങ്ങനെയാണ് ബൂർഷ്വ എന്ന വാക്ക് രൂപം കൊള്ളുക. ബൂർഷ്വ എന്ന വാക്കിന്റെ അർത്ഥം നഗരവാസി അഥവാ സമ്പന്നൻ എന്നാണ്. നഗരവാസി അഥവാ സമ്പന്നൻ എന്നാണ് ബൂർഷ്വ എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷെ ഇവര് പ്രഭുക്കന്മാരുടെ അത്രയും സമ്പന്നരാണോ? അല്ല. രാജകുടുംബങ്ങളുടെ അത്രയും സമ്പന്നരാണോ? അല്ല. പുരോഹിതന്മാരുടെ അത്രയും സമ്പന്നരാണോ? അല്ല. ഇവര് സമ്പന്നരാണ്, ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടുന്നുണ്ട്. പക്ഷെ സ്വന്തമായി ഭൂമി ഉണ്ടോ ഇവർക്ക്? ഇല്ല. ഭൂമി വാങ്ങാൻ പറ്റുമോ? ഇല്ല. അല്ലേ? അപ്പോ മെച്ചപ്പെട്ട ജോലിയുണ്ട്, മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുണ്ട്, ശമ്പളമില്ല. പക്ഷെ ഇവരെ ഭരിക്കുന്ന പല രാജകുടുംബാംഗങ്ങൾക്കും പല പ്രഭുക്കന്മാർക്കും ഇവരുടെ അത്രയും വിദ്യാഭ്യാസമില്ല, ഇവരുടെ അത്രയും അറിവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്ത് തോന്നും? ഈ അധികാരവർഗത്തിനെതിരെ ദേഷ്യം തോന്നും. ശരിയല്ലേ? അല്ലേ? നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണെന്ന് കരുതുക. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു ഓഫീസിൽ പോയെന്ന് കരുതുക. അവിടെ നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർ നിങ്ങളെ പരിഹസിക്കുന്നു, നികൃഷ്ടമായി നോക്കുന്നു, നിങ്ങളോട് നികൃഷ്ടമായി പെരുമാറുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യില്ലേ? ചോദ്യം ചെയ്യും. മറിച്ച് വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ എന്ത് പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് കൈകെട്ടി നിൽക്കും. ഇല്ലേ? ഇല്ലേ? അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ കാണിക്കുന്ന ചെയ്തികൾക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കില്ലേ? ഇത് തന്നെയാണ് ഫ്രാൻസിലും സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത് ഈ മധ്യവർഗത്തിന്റെ ഉദയമാണ്.
ഫ്രഞ്ച് വിപ്ലവം നയിച്ച യഥാർത്ഥ ജനത എന്ന് പറയുന്നത് മധ്യവർഗമാണ്. മധ്യവർഗത്തിൽപ്പെട്ടവരാരാ? ഉദ്യോഗസ്ഥരാണ്. രാഷ്ട്രീയക്കാരാണോ? അല്ല. രാഷ്ട്രീയക്കാരല്ല. അതുകൊണ്ട് തന്നെ മധ്യവർഗമായ ബാങ്കർമാരും അഭിഭാഷകരും ഡോക്ടർമാരും ഒക്കെ ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തു എങ്കിലും ആരും ഭരണത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഈ മധ്യവർഗം ഫ്രഞ്ച് വിപ്ലവം നയിച്ചു. ഫ്രഞ്ച് വിപ്ലവം വിജയമായി. പക്ഷേ ഇവരൊന്നും അധികാരത്തിൽ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവം വിജയിച്ചുവെങ്കിലും അധികാരത്തിലെത്തിയത് ആരാണ്? വീണ്ടും രാജകുടുംബാംഗങ്ങൾ തന്നെ. മനസ്സിലായോ? അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾ വിപ്ലവം നയിച്ചു. പക്ഷേ ഈ ഫ്രഞ്ച് വിപ്ലവത്തിലെ ഒരു നേതാവിനെ നമ്മൾ പറയുമോ? പറയില്ല. അമേരിക്കയിൽ സ്വാതന്ത്ര്യ സമരം പഠിച്ചപ്പോൾ കുറെ നേതാക്കന്മാരെ നമ്മൾ പഠിച്ചു. ശരിയല്ലേ? ബ്രിട്ടീഷുകാർ പഠിച്ചപ്പോൾ പാർലമെന്റ് അംഗങ്ങളാണ് യഥാർത്ഥത്തിൽ വിപ്ലവം നയിച്ചത്. ഇനി റഷ്യൻ വിപ്ലവം പഠിക്കുമ്പോഴും ചൈനീസ് വിപ്ലവം പഠിക്കുമ്പോഴും പ്രധാന നേതൃത്വത്തിൽ വെത്ത ചില വ്യക്തികളുടെ പേര് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കും. പക്ഷെ ഇവിടെ മധ്യവർഗമാണ് വിപ്ലവം നയിക്കുന്നത്. അവര് ഉദ്യോഗസ്ഥരാണ്, ജോലി ചെയ്യുന്നവരാണ്. അവർ രാഷ്ട്രീയക്കാരല്ലാത്തത് കൊണ്ട് അധികാരമോഹം അവർക്കില്ലായിരുന്നു. ഈ വിപ്ലവം വിജയിച്ചുവെങ്കിലും അധികാരമോഹം ഇല്ലാത്തത് കൊണ്ട് അവർ അധികാരത്തിൽ നിന്ന് മാറി നിന്നു. അതുകൊണ്ടാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിന്റെ കിരീടം ആരും അവകാശികളില്ലാതെ ഇരുന്നപ്പോൾ ഞാനത് കൈവശപ്പെടുത്തി എന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുക. മനസ്സിലായോ? അപ്പോ യഥാർത്ഥത്തിൽ വിപ്ലവം നയിച്ചത് ആരാണ്? മധ്യവർഗമാണ്. നമ്മൾ പലപ്പോഴും പറയും ഒന്നാം എസ്റ്റേറ്റ് ആണ് വിപ്ലവം നടിച്ചത്. ഒന്നാം എസ്റ്റേറ്റ് തന്നെ. ഒന്നാം എസ്റ്റേറ്റിൽ ആരെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ ജനങ്ങളിൽ മധ്യവർഗമായി ഉയർന്നു വന്ന നഗരവാസികളായിട്ട് മാറിയ ബൂർഷ്വാസികളാണ് എന്ത് ചെയ്യുന്നത്? ഫ്രഞ്ച് വിപ്ലവം നയിക്കുക. ബൂർഷ്വാസി എന്ന വാക്കിന്റെ അർത്ഥം നഗരവാസി എന്നേ അർത്ഥമുള്ളൂ. ഏകാധിപതികളൊന്നും എന്നും അർത്ഥമില്ല കേട്ടോ. നഗരവാസി അഥവാ സമ്പന്നൻ എന്നാണ് ബൂർഷ്വാസി എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാം. ഫ്രഞ്ച് വിപ്ലവം പശ്ചാത്തലമാക്കിയ നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ലോക പ്രശസ്തമായ നോവലാണ്. ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്താണോ എഴുതിയത്? അല്ലെന്നേ. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൃതി രചിക്കപ്പെടുക. അത് രചിച്ചത് ആരാണ്? ചാൾസ് ഡിക്കിൻസ്. ചാൾസ് ഡിക്കിൻസ്. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തെ പശ്ചാത്തലമാക്കിയുള്ള ലോക പ്രശസ്തമായ നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. രചിച്ചത് ചാൾസ് ഡിക്കിൻസ് ആണ് 1859. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവം എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവവും. തുടർന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മാതൃകയിൽ ഞാൻ പറഞ്ഞു, ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് ഫ്യൂഡലിസം ഇല്ലാതായതുകൊണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഫ്യൂഡലിസം ഇല്ലാതായി മാറി. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഫ്രാൻസിനെ പോലെ അധികാരമാറ്റം വേണം എന്ന ആവശ്യമുയർന്നു. ജനങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം കണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മാതൃകയിൽ ഒട്ടനവധി രാജ്യങ്ങളിൽ അധികാര കൈമാറ്റം നടന്നു എന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതെങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയ വിദ്യാർത്ഥികളെ, ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് ആരാണ് ഭരണാധികാരി? ലൂയി 16 അല്ലേ? ലൂയി 16 കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വിപ്ലവ കാലഘട്ടത്തെ ഭരണാധികാരി ലൂയി 16 പറഞ്ഞു. ഈ ലൂയി 16 കഴിഞ്ഞ നമ്മുടെ വിപ്ലവം പഠിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ച 3 രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ഭരണാധികാരിയായ ലൂയി 16 സാമ്പത്തികമായും സൈനികപരമായും അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാരെ ബ്രിട്ടനെതിരെ വിപ്ലവം നടത്താൻ പ്രേരിപ്പിച്ചത് അഥവാ സഹായിച്ചത്. ശരിയാണ്. സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിലേ പട്ടിണിയില്ല. എന്തുകൊണ്ടാ? സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അഥവാ തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് പുരോഹിതന്മാർ നികുതി പിടിക്കുന്നുണ്ട് അല്ലെ? തിതേ എന്ന നികുതി. ഗവൺമെന്റ് നികുതി പിടിക്കുന്നുണ്ട്. കയ്യിലെ ആണോ? ഇത് കൂടാതെ ഭൂപ്രഭുക്കന്മാരും രാജകുടുംബാംഗങ്ങളും സെക്കൻഡ് എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ് തോന്നിയതുപോലെ നികുതി ഈടാക്കാം. അപ്പൊ തന്നെ സാധാരണക്കാര ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ്. ഈ കാശൊക്കെ കൊണ്ട് ഫ്രഞ്ച് ഭരണാധികാരി എന്ത് ചെയ്തു? ആഡംബര പ്രിയരായ ഫ്രഞ്ച് ഭരണാധികാരികൾ, ലൂയി ഭരണാധികാരികളും ഭൂപ്രഭുക്കന്മാരും ആ കാശൊക്കെ എടുത്ത് എന്ത് ചെയ്തു? അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്തു. അപ്പോ ഫ്രഞ്ച് ഭരണാധികാരികളിൽ കാശുണ്ടോ? ഇല്ല. അങ്ങനെ ഫ്രഞ്ച് ഭരണാധികാരിയുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് വീണ്ടും നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കണം. അങ്ങനെ വീണ്ടും ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്
എന്ത് ചെയ്യുന്നത് ഫ്രാൻസിന്റെ പാർലമെന്റായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഈ സ്ലൈഡ് റിവൈസ് ചെയ്യാം. ഫ്രഞ്ച് വിപ്ലവം പശ്ചാത്തലമാക്കി പിൽക്കാലത്ത് രചിക്കപ്പെട്ട നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. രചിച്ചതാരാണ്? ചാൾസ് ഡിക്കിൻസ്. 1859 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവം എന്നാണ് ചോദ്യമെങ്കിൽ അമേരിക്കൻ വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവം. കാരണം ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ഇതേ മാതൃകയിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അധികാര കൈമാറ്റമുണ്ടായി. അതുകൊണ്ട് ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞല്ലോ. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണ് നമുക്ക് നോക്കണ്ടേ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വെറുതെ അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാരെ സഹായിച്ചത്. ഓക്കെ, പിന്നെ രാജാക്കന്മാരുടെ ധൂർത്ത്, ആർഭാടം, ആവശ്യമില്ലാതെ ചിലവഴിച്ചിരുന്നു, ആർഭാടം കാണിച്ചിരുന്നു. നമുക്ക് നോക്കാം ഇതുകൂടാതെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനുള്ള കാരണങ്ങൾ പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ എന്നിവരുടെ ആഡംബര ജീവിതവും ധൂർത്തും അനാവശ്യ യുദ്ധങ്ങളും, കൂടാതെ വരൾച്ചയും കൃഷിനാശവും. വരൾച്ചയും കൃഷിനാശവും സംഭവിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ, തേർഡ് എസ്റ്റേറ്റ്, പുരോഹിതന്മാർക്ക് നികുതി കൊടുക്കാൻ പറ്റുമോ? അവരിൽ കാശില്ലാതെ എന്ത് നികുതി കൊടുക്കാനെന്നേ? പുരോഹിതന്മാർക്ക് നികുതി കൊടുക്കാൻ പറ്റില്ല. ഭൂപ്രഭുക്കന്മാർക്ക് നികുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും രാജകുടുംബാംഗങ്ങൾക്കും വരവ് ലഭിക്കുന്നത് നികുതിയിൽ നിന്നാണ്. ആ നികുതി അവിടെ എന്ത് ചെയ്തു? തടയപ്പെട്ടു. ഇവരെ കയ്യിലുണ്ടായിരുന്ന കാശ് ഇവരെന്ത് ചെയ്തു? ആഡംബരം കാണിച്ച് ചിലവഴിച്ചു. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സൈന്യവും സാമ്പത്തികവുമായ സഹായം നൽകി. സൈന്യവും നൽകി, സാമ്പത്തികവുമായ സഹായം നൽകി. അതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. രാജാവിന് ഭരണത്തിന്റെ നിയന്ത്രണമില്ലാത്തത്. കാരണം രാജാവാണെങ്കിലും പക്ഷേ രാജാവിന് അധികാരത്തിന്മേൽ ഒരു നിയന്ത്രണവും ഇല്ല. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാ? പുരോഹിതന്മാരാ. ആ പുരോഹിതന്മാരാണ് നികുതി പിരിക്കുന്നത്. നികുതി പിരിച്ചാൽ ചെറിയൊരു വിഹിതം ആർക്ക് കൊടുക്കും? രാജാവിന് കൊടുക്കും. പുരോഹിതന്മാരോട് കൂടുതൽ ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. ഇനി നമ്മുടെ പ്രഭുക്കന്മാരോട് കൂടുതൽ ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. പുരോഹിതന്മാർക്കായിരുന്നു ഭരണത്തിന്റെ നിയന്ത്രണം. രാജാവിന് ഭരണത്തിന്റെ നിയന്ത്രണം ഇല്ല. പകരം ആർക്കായിരുന്നു ഭരണത്തിന്റെ നിയന്ത്രണം? പുരോഹിതന്മാർക്ക്. ഇതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഫ്രാൻസിൽ രൂക്ഷമാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെ? പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ എന്നിവരുടെ ആഡംബര ജീവിതവും ധൂർത്തും യുദ്ധങ്ങളും, വരൾച്ചയും കൃഷിനാശവും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സൈന്യവും സാമ്പത്തികവുമായ സഹായം നൽകിയത് വീണ്ടും ദുരിതപൂർണതയിലേക്ക് നയിച്ചു. രാജാവിന് ഭരണത്തിന്റെ നിയന്ത്രണമില്ല. ഭരണത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ആർക്കാണ്? പുരോഹിതന്മാർക്ക്. അപ്പൊ ജനങ്ങള് വീണ്ടും പ്രതിഷേധം ആരംഭിച്ചു. അപ്പൊ ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോ ഇങ്ങനെ ധൂർത്തൊന്നും പാടില്ല, ആഡംബര ജീവിതം പാടില്ല, അതൊക്കെ കുറയ്ക്കണമെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോ ജനങ്ങളോട് അപ്പോഴത്തെ ഭരണാധികാരിയായ ലൂയി 16 ഒരു ഡയലോഗ് പറഞ്ഞു. പുരോഹിതന്മാർ ആരാധന നടത്തും, പ്രഭുക്കന്മാരും രാജാവും യുദ്ധം ചെയ്യും, സാധാരണക്കാർ നികുതി കൊടുക്കും. അതായത് സാധാരണക്കാരുടെ ജോലി നികുതി കൊടുക്കുക എന്നത് മാത്രമാണ്. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വേറെ ഒരു കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. അത് തന്നെയാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഖജനാവിൽ കാശില്ല. ഇനി വീണ്ടും എന്ത് ചെയ്യണം? ഖജനാവിൽ കാശ് വരണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നികുതി പിരിക്കണം. ഇതിനേക്കാളും കൂടുതൽ നികുതി പിരിക്കണം. ശരിയല്ലേ? അങ്ങനെ നികുതി പിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രാജാവിന് മാത്രം തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. പുരോഹിതന്മാർ അംഗീകരിക്കണം. കാരണം രാജാവിന് ഭരണത്തിന്റെ നിയന്ത്രണമില്ല. പുരോഹിതന്മാരും ഭൂപ്രഭുക്കന്മാരും ഒക്കെയാണ്. പിന്നെ ആരുടെ അനുകൂല നിലപാടുകൂടെ വേണം? ജനങ്ങളുടെ. ഇല്ലെങ്കിൽ അവര് വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നൊരു കാഴ്ചപ്പാട്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുകാർ. ഓക്കെ, അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കണം എന്നതാണ് ലക്ഷ്യം. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് 1789 ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. എന്തിനാ സ്റ്റേറ്റ് ജനറൽ വിളിച്ചത്? എസ്റ്റേറ്റ് ജനറൽ എന്തിനാ വിളിച്ചേ? നമുക്ക് നോക്കാം. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിന് വേണ്ടിയിട്ട്. ഈ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ആരാ? തേർഡ് എസ്റ്റേറ്റ്.
അതിൽ പുരോഹിതന്മാർ വരുമോ? ഇല്ല. പ്രഭുക്കന്മാർ വരുമോ? ഇല്ല. രാജകുടുംബാംഗങ്ങൾ വരുമോ? ഇല്ല. അപ്പൊ ജനങ്ങൾ വീണ്ടും പണി കൊടുക്കുകയാണ്. ഓക്കെ. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്ന് പ്രഖ്യാപിച്ചു. ഓക്കെ. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം എസ്റ്റേറ്റ് എല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരു വോട്ട് ചെയ്യുക. രണ്ടാം എസ്റ്റേറ്റ് എല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരു വോട്ട് ചെയ്യുക. അപ്പൊ 2 വോട്ടായി. ഇനി മൂന്നാം എസ്റ്റേറ്റ് എല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരു വോട്ട് ചെയ്യാം. കാരണം വളരെ പെട്ടെന്ന് കാര്യം നടക്കണം എന്നൊരു ചിന്താഗതി ഒന്ന്. 2, ഈ ഒന്നാം എസ്റ്റേറ്റിൽ എത്ര ആൾക്കാരുണ്ട്? ഒന്നാം എസ്റ്റേറ്റിനെ പ്രതിനിധീകരിക്കുന്ന പുരോഹിതന്മാരുടെ പ്രതിനിധികൾ എത്ര പേരുണ്ട്? 285 പേരുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 285 പേരുണ്ട്. ഈ 285 പേരുണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറി, രണ്ടാം എസ്റ്റേറ്റ്, രാജകുടുംബാംഗങ്ങളും പ്രഭുക്കന്മാരും എത്ര പേരുണ്ട്? 398 പേരുണ്ട്. ഓക്കെ. ഇനി തേർഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കർഷകരും സാധാരണക്കാരായ ജനങ്ങൾ എത്ര പേരുണ്ട്? 621 പേരുണ്ട്. ഓക്കെ. അപ്പൊ ഈ 621 പേര് ആരെ പ്രതിനിധീകരിക്കുന്നു? തേർഡ് എസ്റ്റേറ്റ്, അതായത് സാധാരണക്കാരായ ജനങ്ങൾ. അവരുടെ മേൽ പുതിയ നികുതി ചുമത്തണം എന്നതാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഇതിനെ ഈ 621 പേര് സപ്പോർട്ട് ചെയ്യോ? സപ്പോർട്ട് ചെയ്യില്ല. ഉറപ്പായിട്ടും എതിർക്കും. ആ ബില്ലിനെ ഉറപ്പായിട്ടും എതിർക്കും. ഇനി പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഇത്രയും പേരുണ്ട്, വാസ്തവമാണ്. ഈ 621 കൂടുതൽ തന്നെയാണ് ഈ രണ്ടും. 621 എന്ത് തന്നെയാണെങ്കിലും കൂടുതലാണ്. അതും ശരിയാണ്. പക്ഷേ ഇത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും ആർഭാടമായിരുന്നു, യുദ്ധമായിരുന്നു, പിന്നെ വിനോദസഞ്ചാരം ഒക്കെ ഇവർ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തപ്പോ ഇത്രയധികം ആൾക്കാർ എന്ത് ചെയ്തില്ല? പാർലമെന്റ് സമ്മേളനത്തിൽ എത്തിയില്ല. ഒന്നാം എസ്റ്റേറ്റിലെ ആകെ അംഗസംഖ്യയും രണ്ടാം എസ്റ്റേറ്റിലെ ആകെ അംഗസംഖ്യയും എന്ത് ചെയ്തില്ല? പാർലമെന്റ് സമ്മേളനത്തിന് എത്തിയില്ല. എത്താത്തത് കൊണ്ട് അവർ പരാജയപ്പെടും. ഈ നികുതിയുമായുള്ള തീരുമാനം പരാജയപ്പെട്ടേക്കാം എന്നൊരു പേടി കാരണം എന്ത് പറഞ്ഞു രാജാവ്? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി. ഇവിടെ വോട്ടിട്ട് കഴിഞ്ഞാൽ ആര് പരാജയപ്പെടുന്നതായി? പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ശ്രേണി. ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് പരാജയപ്പെടുന്നതായി. അങ്ങനെ അതിനെ ആരെ അനുകൂലിച്ചു? സ്വാഭാവികമായിട്ടും രാജാവ് പറയുന്ന ആരനുകൂലിക്കും? പുരോഹിതന്മാരായ ഒന്നാം എസ്റ്റേറ്റും അനുകൂലിച്ചു, ഭൂപ്രഭുക്കന്മാരും രാജകുടുംബാംഗങ്ങളും അല്ലെങ്കിൽ രണ്ടാം എസ്റ്റേറ്റ്. പക്ഷെ ആരെതിർത്തു? മൂന്നാം എസ്റ്റേറ്റ് എതിർത്തു. കാരണം എന്താ? ഒന്ന്, നികുതി കൊടുത്തവര് മടുത്തിരിക്കുകയാണ്. 2, പുതിയ നികുതി കൊണ്ടുവരാൻ വേണ്ടിയാണ് ബില്ല്. അതിനു വേണ്ടിയിട്ട് അവരുടെ അധികാരം കനിക്കുന്ന രീതി എന്ത് ചെയ്തു? സ്വീകരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം. അപ്പോ വോട്ടിട്ടേ പറ്റുമെന്ന് നിർബന്ധം പിടിച്ചു. വോട്ടിട്ടേ പറ്റുമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും? എന്ത് ചെയ്തിട്ടുണ്ടാവും? വോട്ടിടാനൊന്നും പറ്റില്ല, ഇങ്ങനെ പുതിയ നികുതി ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റ് സമ്മേളനം ബഹിഷ്കരിച്ചു. പാർലമെന്റ് സമ്മേളനം ബഹിഷ്കരിച്ചിട്ട് തൊട്ടടുത്ത് ഒരു ടെന്നീസ് കോർട്ട് ഉണ്ടായിരുന്നു. ടെന്നീസ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി വിശാലമായ, ഈ എത്രയാ 621 പേർക്ക് നിൽക്കണ്ടേ, അത്രയും വിസ്തൃതമായ ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ ഒരുമിച്ച് ചേർന്നിട്ട് അവകാശ പ്രഖ്യാപനം നടത്തി. ഫ്രാൻസിൽ നികുതി കൊടുക്കുന്നത് ഞങ്ങളാണ്. ഫ്രാൻസിന്റെ സമ്പത്ത് തയ്യാറാക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരവും ഞങ്ങൾക്കാണുള്ളത്. ഞങ്ങളാണ് യഥാർത്ഥ എസ്റ്റേറ്റ് ജനറൽ എന്ന് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെയാണ് നമ്മൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് വിളംബരം എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ കാര്യം മനസ്സിലായോ? ക്ലിയർ ആണെന്ന് കരുതിക്കോട്ടെ. ഗുഡ്. നോക്കിയേ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ മാസം 20 പ്രതിഷേധിച്ച മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി, അതായത് ദേശീയ നിയമനിർമ്മാണ സഭ, ദേശീയ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചു. ജനപ്രതിനിധി സഭയ്ക്ക് സമീപമുള്ള ടെന്നീസ് കോർട്ടിൽ പ്രത്യേകം സമ്മേളിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുക. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളാണ് നികുതി നൽകുന്നത്, അതുകൊണ്ട് ഭരിക്കുവാനുള്ള അധികാരവും ഞങ്ങൾ തേർഡ് എസ്റ്റേറ്റിന്, ജനങ്ങൾക്കാണ്, സാധാരണക്കാർക്കാണ്. അതുമായി ബന്ധപ്പെട്ട പുതിയ ഭരണഘടന തയ്യാറാക്കിയ ശേഷമേ ഞങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന് പ്രഖ്യാപിച്ചു. പുതിയ ഫ്രഞ്ച് ഭരണഘടന തയ്യാറാക്കിയ ശേഷമേ പിരിഞ്ഞു പോകൂ എന്ന് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ടും ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? രാജാവ് കൈയും കെട്ടി നോക്കി നിൽക്കൂ? ഇല്ല. പുരോഹിതന്മാരെ കൈയും കെട്ടി നോക്കി നിൽക്കൂ? ഇല്ല. ഭൂപ്രഭുക്കന്മാരെ കൈയും കെട്ടി നോക്കി നിൽക്കൂ? ഇല്ല.
ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തവരെ എങ്ങനെയും ആക്രമിക്കുവാനും അടിച്ചമർത്തുവാനും ആര് ശ്രമിക്കും? പുരോഹിത പ്രമുഖന്മാരും ഭൂപ്രഭുക്കന്മാരും രാജകുടുംബാംഗങ്ങൾ രാജാവ് ഉൾപ്പെടെ ശ്രമിക്കും. അത് തന്നെ സംഭവിച്ചു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിൽ പങ്കെടുത്ത തേർഡ് എസ്റ്റേറ്റിലെ സാധാരണക്കാരായ ജനങ്ങളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. രാജഭരണത്തെയോ പുരോഹിത പ്രമുഖന്മാരെയോ എതിർക്കുന്നവരെ തടവിലാക്കെന്ന് പറയുമ്പോൾ കഠിന തടവിനെ ശിക്ഷിക്കുന്ന ഒരു കെട്ടിടമുണ്ടായിരുന്നു. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ബാസ്റ്റിൽ ജയിൽ എന്ന പേരിൽ അറിയപ്പെടുക. മനസ്സിലായോ? ആ ബാസ്റ്റിൽ ജയിലില് ഇവരെയൊക്കെ കൊണ്ടടച്ചു. പലരെയും കൊന്നുകളഞ്ഞു. എളുപ്പത്തിൽ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഗില്ലറ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ഒരു വലിയൊരു കത്തി ഒരാളെ കൊണ്ട് ബെഞ്ചിൽ കിടത്തുന്ന പോലെ കിടത്തും, ആ കത്തി താഴേക്ക് പതിക്കും, തല ശിരച്ഛേദനം നടത്തിക്കൊള്ളും. ഇതായിരുന്നു സംഭവിച്ചിരുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇവരെ, അതായത് തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങളെ ബ്രിട്ടീഷ് പുരോഹിത പ്രമുഖന്മാര്, ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആക്രമിച്ച് പലരെയും തടവിലാക്കാൻ ശ്രമിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കണ്ടുനിന്ന ആരുടെ പ്രതിനിധികളാണ് ഈ 621 പേര്? തേർഡ് എസ്റ്റേറ്റിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിനിധികളാണ്. തങ്ങൾക്ക് വേണ്ടി വാദിച്ച പ്രതിനിധികളെ, തേർഡ് എസ്റ്റേറ്റിലെ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും ചെയ്തത് സാധാരണക്കാർക്ക് എന്ത് ചെയ്തില്ല? ദഹിച്ചില്ല. സാധാരണക്കാരായ ജനങ്ങളെല്ലാം ഈ തേർഡ് എസ്റ്റേറ്റിലെ പ്രതിനിധികളെ സംരക്ഷിക്കാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ പൊതുനിരത്തിലേക്ക് ഇറങ്ങി. അത് വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറി. അങ്ങനെ ഈ ജനങ്ങളെല്ലാവരും കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ ഭരണസിരാ കേന്ദ്രമായ പാരീസിലേക്ക് നീങ്ങി. അത്രയധികം ജനക്കൂട്ടം വരികയാണ്. അങ്ങനെ അത്രയധികം ജനക്കൂട്ടം വരുമ്പോ ഉദ്യോഗസ്ഥര്, നമ്മുടെ ഭൂപ്രഭുക്കന്മാരുടെ സൈന്യമൊക്കെ പറ്റുമോ? ഉദാഹരണത്തിന് ഇന്ത്യയില് ഒരു വശത്ത് ഇന്ത്യയിലെ മൊത്തം ജനത, മറുവശത്ത് ഇന്ത്യയിലെ പോലീസും പട്ടാളമൊക്കെ നിൽക്കുകയാണ്. ആരായിരിക്കും എണ്ണത്തിൽ കൂടുതൽ? ജനങ്ങളാണ്, അല്ലെ? അങ്ങനെ ഫ്രാൻസിലെ ജനത പാരീസ് എന്ന നഗരത്തിലേക്ക് ഓടിയെത്തുകയാണ് പ്രതിഷേധമായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർക്കോ അവിടുത്തെ സേനകൾക്കോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പാരീസ് നഗരം ആരുടെ കീഴിലായി മാറി? ഫ്രാൻസിലെ പാരീസ് നഗരം ആര് കീഴടക്കി? വിപ്ലവകാരികൾ കീഴടക്കി. എന്നിട്ട് പ്രഖ്യാപിച്ചു, ഈ പാരീസ് എന്ന് പറയുന്ന നഗരത്തിൽ ഇനി ഭരണം നടത്തുന്നത് ഞങ്ങൾ ജനങ്ങളാണ്. അതായത് മധ്യവർഗം എന്ന് പറയാൻ വേണമെങ്കിൽ, മധ്യവർഗം, അതായത് ഡോക്ടർമാര്, ബാങ്കർമാര്, അധ്യാപകര്, അഭിഭാഷകർ എന്നിവരടങ്ങുന്ന മധ്യവർഗം പറഞ്ഞു, ഇനിമേൽ ഭരണം നടത്തുന്നത് ഞങ്ങളാണ്. കാരണം ഞങ്ങളാണ് നികുതി അടയ്ക്കുന്നത്, ഞങ്ങളാണ് അപ്പോ നിയമം നിർമ്മിക്കേണ്ടത്. സ്വയംഭരണമുള്ള ഭരണകേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? കമ്മ്യൂൺ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് നമുക്ക് പോകാം. അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ മാസം 20-ാം തീയതി പ്രതിഷേധിച്ച് എസ്റ്റേറ്റ് ജനറലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി അഥവാ യഥാർത്ഥ നിയമനിർമ്മാണ സഭ എന്ന് പ്രഖ്യാപിച്ചു. ജനപ്രതിനിധി സഭയ്ക്ക് സമീപമുള്ള ടെന്നീസ് കോർട്ടിൽ പ്രത്യേകം സമ്മേളിക്കുകയും പുതിയ ഫ്രഞ്ച് ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായിട്ട് ഇതിൽ പലരെയും രാജകുടുംബാംഗങ്ങളും പ്രഭുക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ബാസ്റ്റിൽ ജയിലടച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പൊതുജനങ്ങൾ ഇവരെ അനുകൂലിച്ചുകൊണ്ട് പൊതുനിരത്തിലിറങ്ങി അതിശക്തമായ പ്രതിഷേധ സമരം ആരംഭിച്ചു. 3-ാം എസ്റ്റേറ്റ് സായുധ സമരത്തിലൂടെ പാരീസ് നഗരം പിടിച്ചെടുത്ത് പാരീസ് കമ്മ്യൂൺ സ്ഥാപിച്ചു. ഇവിടെ കമ്മ്യൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വയം ഭരണാധികാരമുള്ള പ്രാദേശിക ഭരണ സംവിധാനം എന്നർത്ഥം. സ്വയം ഭരണാധികാരമുള്ള, അതായത് സ്വതന്ത്രമായ പ്രാദേശിക ഭരണ സംവിധാനം. അവിടെ പുരോഹിതന്മാർക്ക് നിയന്ത്രണമില്ല, രാജാവിന് നിയന്ത്രണമില്ല, ഭൂപ്രഭുക്കന്മാർക്ക് നിയന്ത്രണമില്ല. ഇതിൽ പലരെയും എന്ത് ചെയ്തു? ഈ വിപ്ലവകാരികളിൽ പലരെയും, തേർഡ് എസ്റ്റേറ്റിലെ പലരെയും ഭൂപ്രഭുക്കന്മാര് പിടിച്ചു. അവരെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രമായിരുന്നു എന്ത്? ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. കുറേയധികം പേരെ ബാസ്റ്റിൽ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന സൂചനയും ആർക്ക് കിട്ടി? ഈ വിപ്ലവകാരികൾക്ക് കിട്ടി. ഇനിയും പലരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ആർക്ക് സൂചന കിട്ടി? ഈ വിപ്ലവകാരികൾക്ക്. ബാസ്റ്റിൽ ജയിലിലാണ് പലരെയും ദ്രോഹിച്ചിരുന്നത്, ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നത്. ബാസ്റ്റിൽ ജയിലിൽ വെച്ചിട്ടാണ് വിപ്ലവകാരികളെ കൊന്നൊടുക്കുന്നത്, ഗില്ലറ്റിൻ ഉപയോഗിച്ചിട്ട് കൊന്നൊടുക്കുന്നത് എന്ന ആശയം പ്രചരിക്കപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് വീണ്ടും ദേഷ്യം കൂടിക്കാണോ പേടി വന്നാണോ? ദേഷ്യം കൂടി. അങ്ങനെ ദേഷ്യം കൂടിയ ജനത എന്ത് ചെയ്യുന്നു? നേരെ ബാസ്റ്റിൽ ജയിലിൽ ആക്രമിച്ചു തകർക്കാണ്. അപ്പോ രാജവാഴ്ചയുടെ, ബോർബോൺ ഏകാധിപത്യ രാജവാഴ്ചയുടെ പ്രതീകമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിലാണ്.
രാജാവിനെതിരെയോ ഭൂപ്രഭുക്കന്മാർക്കെതിരെയോ പുരോഹിതന്മാർക്കെതിരെയോ ശബ്ദിക്കുന്നവരെ ക്രൂരമായി വിചാരണ ചെയ്തിരുന്ന, ക്രൂരമായി ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്ന സ്ഥലമാണെന്ത്? ബാസ്റ്റൽ ജയിൽ. അതുകൊണ്ടാണ് ബോർബോൺ ഏകാധിപത്യ രാജവാഴ്ചയുടെ പ്രതീകമെന്ന് വിളിക്കുക. 1789 ജൂലൈ 14 വിപ്ലവകാരികൾ ബാസ്റ്റൽ ജയിൽ ആക്രമിച്ചു. തടവിലാക്കപ്പെട്ടിരുന്ന വിപ്ലവകാരികളെ മോചിപ്പിച്ചു. ബാസ്റ്റൽ ജയിൽ ആക്രമിച്ചു തകർക്കുകയും തടവിലാക്കപ്പെട്ട വിപ്ലവകാരികളെ മോചിപ്പിക്കുകയും ചെയ്തു. ഇതിനെയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു എന്ന് നമ്മൾ കണക്കാക്കുക. ആദ്യം പാരീസിന്റെ ഭരണം ഏറ്റെടുത്തു, തുടർന്ന് ബാസ്റ്റൽ ജയിൽ ആക്രമിച്ചു തകർത്തു. ഇതിനെയാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത്. അല്ലെങ്കിൽ യഥാർത്ഥ അധികാരം ആർക്ക് കിട്ടിയെന്ന് പറയുന്നത്? യഥാർത്ഥ അധികാരം തേർഡ് എസ്റ്റേറ്റിന് കിട്ടിയെന്ന് പറയുന്നത്. ഈ വിപ്ലവ കാലഘട്ടത്ത് സാധാരണക്കാരായ ജനങ്ങള് തേർഡ് എസ്റ്റേറ്റ് അഥവാ തേർഡ് എസ്റ്റേറ്റിലെ മധ്യവർഗം മുഴക്കിയ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. സാമൂഹികമായി തങ്ങളെ പിന്നോക്കക്കാരെന്ന് വിലയിരുത്തരുത്. പുരോഹിതന്മാരെ പോലെ തന്നെ, ഭൂപ്രഭുക്കന്മാരെ പോലെ തന്നെ തേർഡ് എസ്റ്റേറ്റിനും സമത്വം വേണം. സാഹോദര്യ ചിന്ത വേണം. ആരും ആലേക്കാലും വലിയവനുമല്ല, ചെറിയവനുമല്ല. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം നടക്കുന്നത് എപ്പോഴാണ്? ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ. ഈ ബാസ്റ്റൽ ജയിൽ തകർത്ത ജൂലൈ 14 ഫ്രഞ്ച് സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇന്നും ആഘോഷിക്കുക. അപ്പൊ ഫ്രഞ്ച് സ്വാതന്ത്ര്യ ദിനം കണക്കാക്കുന്ന എന്നാണ് ജൂലൈ 14. എന്തിന്റെ ഓർമ്മയ്ക്കായി? ബോർബോൺ ഏകാധിപത്യ രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റൽ ജയിൽ തകർത്തതിന്റെ ഓർമ്മയ്ക്കായിട്ട്. അപ്പൊ ബാസ്റ്റൽ ജയിൽ തകർക്കുന്ന എന്നാണ് 1789 ജൂലൈ 14. ഫ്രഞ്ച് സ്വാതന്ത്ര്യ ദിനം എന്നാണ് ജൂലൈ 14. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് എന്നായിട്ടാണ് കണക്കാക്കുക? 1789 ജൂലൈ 14 ബാസ്റ്റൽ ജയിൽ ആക്രമിച്ച് തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചതായിട്ട് കണക്കാക്കുക. അതുകൊണ്ട് ഫ്രഞ്ചിന്റെ സ്വാതന്ത്ര്യ ദിനം എന്ന് കണക്കാക്കുന്നതും ജൂലൈ 14 തന്നെ. വിപ്ലവകാരികൾ മുഴക്കിയ മുദ്രാവാക്യം എന്തായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സെറ്റാണേ? ക്ലിയർ ആണേ? ഓക്കെ അല്ലേ? അപ്പോ വിപ്ലവം ആരംഭിച്ചു. ഇപ്പോഴും പുരോഹിത പ്രമുഖന്മാരും രാജാവും കൈകെട്ടി നോക്കി നിൽക്കുമോ? ഇല്ല. അവര് വിപ്ലവകാരികളുമായിട്ട് ശക്തമായി ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്ത് രാജാക്കന്മാരുടെ ഉദ്യോഗസ്ഥരുടെ കയ്യിലകപ്പെട്ട വിപ്ലവകാരികളും സാധാരണക്കാരായ ജനങ്ങളും വീണ്ടും കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. തുടർന്ന് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്താലോ? റിവിഷൻ ചെയ്യാം. അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് റിവിഷൻ ചെയ്യാം. ഏത് തൊട്ട്? ഈ ഒരു സമ്മേളനം തൊട്ട്. 1789 ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിന് വേണ്ടിയിട്ട്. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്ന് പ്രഖ്യാപിച്ചു. ഇതിനെ ഒന്നാം എസ്റ്റേറ്റിനും രണ്ടാം എസ്റ്റേറ്റിനും അനുകൂലിച്ചുവെങ്കിലും മൂന്നാം എസ്റ്റേറ്റ് എതിർത്തു, പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ മാസം 20 പ്രതിഷേധിച്ച മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. ജനപ്രതിനിധിക്ക് സമീപമുള്ള ടെന്നീസ് കോർട്ടിൽ പ്രത്യേകം സമ്മേളിച്ചു. പുതിയ ഫ്രഞ്ച് ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോകൂ എന്നും പ്രഖ്യാപിച്ചു. മൂന്നാം എസ്റ്റേറ്റ്, അതായത് സാധാരണക്കാരായ ജനങ്ങള്, മധ്യവർഗത്തിന്റെ നേതൃത്വത്തിൽ സായുധ സമരത്തിലൂടെ പാരീസ് നഗരഭരണം പിടിച്ചെടുത്ത് പാരീസ് കമ്മ്യൂൺ സ്ഥാപിച്ചു. കമ്മ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഭരണാധികാരമുള്ള പ്രാദേശിക സംവിധാനം. ഇത് ഈ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ നടന്നു. പിന്നീട് പലതവണ നടന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് രാജാവ് ഏകാധിപത്യ ഭരണം ഏറ്റെടുക്കും. അപ്പോഴേക്കും വീണ്ടും എന്ത് ചെയ്യും? ജനങ്ങളെ സംഘടിക്കും. ഭരണാധികാരിക്കെതിരെ രംഗത്ത് വരും. ഭരണാധികാരി സ്ഥാനഭ്രഷ്ടനാക്കപ്പെടും. റിപ്പബ്ലിക്കൻ ഭരണം ഏർപ്പെടുത്തും. അങ്ങനെ നിരന്തരമായി നടക്കുന്നതാണ്. ആദ്യം നടന്നത് ഈ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്താണ് കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും വർഷം കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട് വരരുത്. അതുകൊണ്ടാണ്. അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾ അവിടെ അധികാരത്തിനെതിരെ പ്രതിഷേധിക്കുന്നത് പാരീസിലാണ്. പാരീസിലെ ഭരണം പിടിച്ചെടുത്ത് സ്വയംഭരണം സ്ഥാപിക്കും. അങ്ങനെയാണ് വീണ്ടും ഫ്രഞ്ച് റിപ്പബ്ലിക്കുകൾ, രണ്ടാം റിപ്പബ്ലിക്, മൂന്നാം റിപ്പബ്ലിക് എന്ന് കേൾക്കും. അത് നമുക്ക് സിലബസിൽ ഇല്ലാത്തതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. അപ്പോ മൂന്നാം എസ്റ്റേറ്റ് സായുധ സമരത്തിലൂടെ പാരീസ് നഗരത്തിന്റെ ഭരണം പിടിച്ചെടുത്ത് പാരീസ് കമ്മ്യൂൺ സ്ഥാപിച്ചു. കമ്മ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വയം ഭരണാധികാരമുള്ള പ്രാദേശിക ഭരണ സംവിധാനം, തദ്ദേശ സ്വയംഭരണം എന്നർത്ഥം. വിപ്ലവകാലത്ത് വധശിക്ഷ വിധിക്കപ്പെട്ടവരെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ. ഗില്ലറ്റിൻ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടനവധി പേരെയാണ് എന്ത് ചെയ്യുന്നത്? പ്രഭുക്കന്മാരും രാജാവും കൊന്നൊടുക്കിയത്. ബാസ്റ്റൽ ജയിൽ, വിപ്ലവകാരികളിലെ പലരെയും ജയിലിലടച്ച് മൃഗീയമായി ഉപദ്രവിച്ചിരുന്നത് ബാസ്റ്റൽ ജയിലായിരുന്നു. ബോർബോൺ ഏകാധിപത്യ രാജവാഴ്ചയുടെ പ്രതീകമെന്ന് കണക്കാക്കുന്നു. ഇവിടെ ഒട്ടനവധി വിപ്ലവകാരികളെ തടവിലാക്കിയപ്പോ
തേർഡ് എസ്റ്റേറ്റ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജയില് ആക്രമിച്ചു തകർത്ത് അവരെ മോചിപ്പിക്കുകയാണ്. 1789 ജൂലൈ 14 തീയതി വിപ്ലവകാരികൾ ബാസ്റ്റൽ ജയിൽ ആക്രമിച്ചു തകർത്തു. അതോടുകൂടി ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു. വിപ്ലവകാരികൾ മുഴക്കിയ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് സ്വാതന്ത്ര്യ ദിനമെന്ന് കണക്കാക്കുന്നത് ജൂലൈ 14 തീയതി. പക്ഷേ അവിടെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? രാജാവ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടോ? ഇല്ല. പിന്നെ അങ്ങോട്ട് കലാപം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച ജൂലൈ 14. പിന്നെ അങ്ങോട്ട് വിപ്ലവം നടക്കുക. ജനങ്ങള് സർക്കാർ ഉദ്യോഗസ്ഥരെ വേട്ടയാടുന്നു. ഉദ്യോഗസ്ഥരും ഭൂപ്രഭുക്കന്മാരും ഒക്കെ ജനങ്ങളെ വേട്ടയാടുന്നു. അങ്ങനെ പരസ്പരം ആഭ്യന്തരമായ ഒട്ടനവധി സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ രണ്ടുപേരുടെ കയ്യിലും കാശില്ല. ആരുടെ കയ്യിൽ കാശില്ല? തേർഡ് എസ്റ്റേറ്റിന്റെ കയ്യിൽ കാശില്ല. കാരണം അവര് വിപ്ലവമല്ലേ. ജോലി ചെയ്യാനോ കൃഷി ചെയ്യാനോ പറ്റുന്നുണ്ടോ? ഇല്ല. ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ കാശുണ്ടോ? ഇല്ല. കാരണം തേർഡ് എസ്റ്റേറ്റ് നികുതി കൊടുത്താലേ ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ കാശ് കിട്ടത്തുള്ളൂ. ഇനി പുരോഹിതന്മാരുടെ കയ്യിൽ കാശുണ്ടോ? ഇല്ല. കാരണം എന്താ? തേർഡ് എസ്റ്റേറ്റ് ടാക്സ് കൊടുത്താലേ ആർക്ക് കിട്ടത്തുള്ളൂ? പുരോഹിതന്മാർക്ക് കിട്ടത്തുള്ളൂ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഗവൺമെന്റിന് കർഷകരാ കയ്യിലെ നിന്ന് നികുതി കൊടുക്കാണ്ട്. അവർ കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി. വീണ്ടും രൂക്ഷമായപ്പോ ഫ്രാൻസ് എന്ന രാജ്യം പൂർണ്ണ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുക. എങ്കിലും ഫ്രാൻസിലെ രാജകുടുംബാംഗങ്ങളെയും ഫ്രാൻസിലെ പ്രഭു കുടുംബാംഗങ്ങളെയും സഹായിക്കുവാൻ അയൽ രാജ്യങ്ങൾ സന്നദ്ധരായി. അയൽ രാജ്യത്തെ ഭരണാധികാരികൾ സന്നദ്ധരായി. പക്ഷേ ഈ അയൽ രാജ്യത്തെ ഭരണാധികാരികൾ ഒരിക്കലും ആ രാജ്യത്തെ ജനങ്ങളെ സഹായിക്കില്ലല്ലോ. അതുകൊണ്ട് പട്ടിണിയിൽ തുടർന്നത് ആരായിരുന്നു? ഫ്രാൻസിലെ ജനതയായിരുന്നു. ജീവിക്കാനുള്ള വൈകയ്ക്ക് ആര് കൊടുത്തു? ഓസ്ട്രിയ എന്ന രാജ്യം കൊടുക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ആരെ സഹായിച്ചു? രാജകുടുംബാംഗങ്ങളെയും പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും സഹായിച്ചു. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ആ കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നേ ദിവസം ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്തുറപ്പിച്ചാലോ? ഓക്കെ. ചിന്തകരെയും വിപ്ലവവുമാണ് നമ്മൾ പഠിച്ചത്. വിപ്ലവം ആരംഭിച്ചത് വരെ പഠിച്ചു. വിപ്ലവം ആരംഭിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. കേട്ടോ? അപ്പോൾ ഉത്തേജനം നൽകിയ ചിന്തകർ: ഒന്ന്, വോൾട്ടയർ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നു. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. ഭരണഘടനാപരമായ രാജവാഴ്ചയെ പിന്തുണച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. കൃതി ഫിലോസഫിക്കൽ ലെറ്റേഴ്സ്. റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ജനനം സ്വിറ്റ്സർലൻഡിലാണ്. പ്രബോധനം: ജനങ്ങളാണ് പരമാധികാരി. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് റൂസോ തന്നെ. റൂസോയുടെ ആത്മകഥയാണ് കുമ്പസാരങ്ങൾ, കൺഫെഷൻസ്. പ്രധാനപ്പെട്ട രണ്ട് കൃതികളുണ്ട് റൂസോയുടെ. ഒന്ന്, എമിലി, വിദ്യാഭ്യാസ പരിഷ്കരണത്തെ കുറിച്ച് പറയുന്നു. രണ്ട്, സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹിക പരിഷ്കരണമാണ് അവിടെ പറയുക. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ അഥവാ വേദപുസ്തകം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നതും സോഷ്യൽ കോൺട്രാക്ട് തന്നെ. മറ്റൊരു ചിന്തകനാണ് മോണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിത്വം. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3 സ്വതന്ത്ര വിഭാഗങ്ങളായി വിഭജിക്കണമെന്ന് വാദിച്ചു. മോണ്ടസ്ക്യൂവിന്റെ പ്രശസ്തമായ കൃതിയാണ് നിയമങ്ങളുടെ അടിസ്ഥാനം അഥവാ നിയമങ്ങളുടെ അന്തസത്ത. മധ്യവർഗം, തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് ഉയർന്നു വന്ന, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉയർന്നു വന്ന ജനതയാണ് മധ്യവർഗം എന്ന് പറയുക. നവോത്ഥാനത്തിന്റെ ഫലമായി അഥവാ ജ്ഞാനോദയത്തിന്റെ ഫലമായി വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും പുരോഗതി കൈവരിച്ച ജനത. ഉദാഹരണമായി പറഞ്ഞാൽ ബാങ്കർമാര്, അഭിഭാഷകര്, ഡോക്ടർ, അധ്യാപകര് തുടങ്ങിയ ജോലി നേടിയ ആൾക്കാർ, വിദ്യാസമ്പന്നതയുടെ അടിസ്ഥാനത്തിൽ ജോലി ലഭിച്ച ആൾക്കാരെയാണ് മധ്യവർഗം എന്ന് വിളിക്കുക. ഇവരെ ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് കുടിയേറി പാർത്തു. അതുകൊണ്ട് ഇവരെ നഗരവാസി എന്നാണ് വിളിക്കുക. നഗരവാസി എന്ന വാക്കിന് പകരം ഫ്രഞ്ച് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ബൂർഷ്വാസി. ബൂർഷ്വാസി എന്ന വാക്കിന്റെ അർത്ഥം സമ്പന്നൻ അഥവാ നഗരവാസി എന്നാണ്. ഫ്രഞ്ച് വിപ്ലവം നയിച്ച യഥാർത്ഥ ജനത എന്ന് പറയുന്നത് തേർഡ് എസ്റ്റേറ്റിലെ ഈ മധ്യവർഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയ ചിന്തയൊന്നുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം അവർ ഏറ്റെടുത്തില്ല. അവർ ഉദ്യോഗസ്ഥരാണ്. അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ അവർ പ്രതിഷേധിച്ചു. സെറ്റ്. ഫ്രഞ്ച് വിപ്ലവം പശ്ചാത്തലമാക്കിയ നോവലാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. അത് രചിച്ചത് ചാൾസ് ഡിക്കിൻസ്. പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1859. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രധാന ഘടകം അമേരിക്കൻ വിപ്ലവം.
അമേരിക്കയിലെ തീർത്ഥാടക പിതാക്കന്മാരും അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴല്ലേ ബ്രിട്ടനിലെ രാജാവിനെ എതിർക്കുന്നത്? യെസ്. വിപ്ലവങ്ങളുടെ മാതാവെന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവമാണ്. കാരണം ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഫ്രാൻസിലെ മാതൃകയിൽ വിപ്ലവം സംഘടിപ്പിക്കപ്പെടുകയും ഭരണം മാറ്റപ്പെടുകയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനുള്ള പ്രധാന കാരണങ്ങൾ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ആഡംബര ജീവിതം നയിച്ചിരുന്നു, ധൂർത്ത് നടത്തിയിരുന്നു, അനാവശ്യ യുദ്ധങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചിരുന്നു. ഇനി നികുതി കൊടുക്കുന്നവരാകട്ടെ കർഷകരാണ്. വരൾച്ചയും കൃഷിനാശവും കാരണം അവർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സൈന്യവും സാമ്പത്തികവുമായ സഹായം നൽകിയതും ഫ്രാൻസിനെ ദുരിതത്തിലേക്ക് നയിച്ചു. രാജവന ഭരണത്തിന്റെ നിയന്ത്രണമില്ലാത്തത് കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാതെയായി. കാരണം അധികാരത്തിൽ പിടിമുറുക്കുന്ന ആരാണ്? പുരോഹിതന്മാരായിരുന്നു. 1789 ലൂയി 16 ജനപ്രതിനിധി സഭ അഥവാ നിയമനിർമ്മാണ സഭയായ പാർലമെന്റായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിന് വേണ്ടിയിട്ട്. ആ ബില്ല് തേർഡ് എസ്റ്റേറ്റ് എതിർക്കുമെന്നും ബില്ല് പരാജയപ്പെടും എന്ന് തോന്നലുണ്ടായപ്പോ രാജാവ് പ്രഖ്യാപിച്ചു ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി. ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും ഇതിനെ പിന്തുണച്ചു. കാരണം ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും ഓരോ വോട്ടിടുമ്പോൾ ബില്ല് പാസ്സാവും. മൂന്നാം എസ്റ്റേറ്റിന്റെ എതിർപ്പ് അവിടെ വരില്ല. പക്ഷേ ഓരോ അംഗങ്ങൾക്ക് ഓരോ വോട്ട് എന്ന രീതിയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? മൂന്നാം എസ്റ്റേറ്റ് വിജയിച്ചേക്കുമെന്നൊരു പേടി. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല? മൂന്നാം എസ്റ്റേറ്റ് തയ്യാറായില്ല. കാരണം അംഗീകരിക്കപ്പെട്ട മൂന്നാം എസ്റ്റേറ്റിന് വീണ്ടും നികുതി കൊടുക്കണം. ഒന്നാമത് പട്ടിണിയില്ല. അങ്ങനെ അവര് ഈ ഒരു പാർലമെന്റിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. തൊട്ടടുത്ത് ടെന്നീസ് കോർട്ടിൽ പ്രത്യേകം സമ്മേളിക്കുകയോ എന്നാണ് സമ്മേളിക്കുക? 1789 ജൂൺ 20. പ്രതിഷേധിച്ച മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ യഥാർത്ഥ ദേശീയ അസംബ്ലി അഥവാ നിയമനിർമ്മാണ സഭ എന്ന് പ്രഖ്യാപിച്ചു. പുതിയ ഫ്രഞ്ച് ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ പിരിഞ്ഞു പോകൂ. കാരണം ഞങ്ങളാണ് നികുതി കൊടുക്കുന്നതെങ്കിൽ ഞങ്ങളാണ് നിയമം നിർമ്മിക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാടായിരുന്നു ആ തേർഡ് എസ്റ്റേറ്റിലെ ജനപ്രതിനിധികൾക്കുണ്ടായിരുന്നത്. അങ്ങനെ പല ജനപ്രതിനിധികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇത് കണ്ട തേർഡ് എസ്റ്റേറ്റിലെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. മൂന്നാം എസ്റ്റേറ്റ് ആയുധ സമരത്തിലൂടെ പാരീസ് നഗരം പിടിച്ചെടുത്ത് എന്ത് ചെയ്തു? അവിടുന്ന് ഉദ്യോഗസ്ഥരെ അതായത് ഫ്രാൻസിലെ ഭൂപ്രഭുക്കന്മാരെയും രാജകുടുംബാംഗങ്ങളെയൊക്കെ പുറത്താക്കി. എന്നിട്ട് തങ്ങളാണ് ഭരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയംഭരണ അധികാരമുള്ള പാരീസ് കമ്മ്യൂൺ സ്ഥാപിക്കുകയാണ്. വിപ്ലവകാലത്ത് വധശിക്ഷ വിധിക്കപ്പെട്ടവരെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ, ബാസ്റ്റിൽ ജയിൽ. ബോർബോൺ ഏകാധിപത്യ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നു ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. 1789 ജൂലൈ 14 വിപ്ലവകാരികൾ ബാസ്റ്റിൽ ജയിൽ ആക്രമിച്ചു തകർത്തു. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത് ഇതോടുകൂടിയെന്ന് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ സ്വാതന്ത്ര്യ ദിനമെന്ന് കണക്കാക്കുന്നത് ജൂലൈ 14 തന്നെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ ബാസ്റ്റിൽ ജയിൽ തകർത്തതോടുകൂടി സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി എന്നത് മനസ്സിലുണ്ടാവട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കൃത്യമായി പഠിച്ചിട്ട് വരിക എങ്കിലേ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അടുത്ത ക്ലാസ്സോടുകൂടി ഫ്രഞ്ച് വിപ്ലവം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.